അവിടുത്തെ ഒരു റയറ്റ് ഉണ്ടാകുന്നത്. റയറ്റിന്റെ കാര്യം എന്താണെന്നറിയോ? ജാട്ട് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ആൺകുട്ടി കളിയാക്കി. ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളിൽ ഒന്നായിട്ടാണ് മുസാഫർ നഗർ കലാപം വിലയിരുത്തപ്പെടുന്നത്. അന്ന് അവിടെ 10-70 പേര് കൊല്ലപ്പെട്ടു. BJP നേതാക്കളാണ് കേട്ടോ അറസ്റ്റിലായതും ജയിലിലായതും. ആ കലാപം 2013 നടന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ്? 80 സീറ്റാണ് പിന്നെ ഉത്തർപ്രദേശിലുള്ളത്. 71 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 71 സീറ്റ് കിട്ടിയത് ഈ ഒറ്റ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ കാരണം ഞാൻ പറയാം, 2009 കേവലം 10 സീറ്റാ BJPക്ക് ഉള്ളത്. 5 വർഷം കൊണ്ട് അവിടെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2013 ഈ ഒറ്റ റായിട്ട് കൊണ്ട് 71 സീറ്റ്. ആ 71 സീറ്റാണ് BJPയുടെ ഭാവി തീരുമാനിച്ചത്. അത് കൃത്യമായ ആസൂത്രണമായിരുന്നു. അവിടുത്തെ ചാർജ് ആൾക്കാരെന്നറിയാവോ? ഗുജറാത്തിലെ നേതാവാണല്ലോ അമിത്ഷാ. ഗുജറാത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് ചാർജ്. തെക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നില്ല, കിഴക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നു. ഒരൊറ്റ സംസ്ഥാനത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അമിത്ഷായ്ക്ക്. അത് ഉത്തർപ്രദേശിന്റെ ചാർജ് ആയിരുന്നു. ആ വിജയം നേടിക്കൊടുത്തതിന് ശേഷം അമിത്ഷായ്ക്ക് ആദ്യം നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനമാണ് BJP അധ്യക്ഷ സ്ഥാനം. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയും ഒരു അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും ഒരേ സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഉണ്ടാകുന്ന അപൂർവമായ സാഹചര്യം ഉണ്ടായത്. ഇതിനെ റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത്. 2019 പുൽവാമയും ബാലക്കോട്ടും ഉണ്ടാക്കി സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവനയുള്ളൂ. നമ്മളിനി അതൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. 40 CRPFകാർ മരിച്ചു. പിന്നെ ബാലാക്കോട്ടേക്ക് അടിച്ചു. കൃത്യമായ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി. അത് ഒരു ടെററിസം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുവെന്നും അതിനകത്ത് നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട്, ദി എനിമി ഈസ് വിതിൻ എന്നാണ്. അകത്താണ് ശത്രു എന്നാണ്. ആരാണ് അകത്ത ശത്രു എന്ന് പറയുന്നത്? മുസ്ലിംസ് ആണ്. ഇവിടെ ഇപ്പൊ നോക്കിക്കോളൂ, ഈ 2024 തെരഞ്ഞെടുപ്പിലേക്ക് അയോധ്യ രാമക്ഷേത്രമുണ്ട്, CAA ഉണ്ട്. ഇതൊന്നും മാത്രം പോരാ. കൃത്യമായി ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കാൻ കഴിയൂ. അതിന്റെ കാര്യം എന്താണെന്നറിയോ സ്മൃതി? കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഗാർഹിക ചിലവുകൾ 2 ഇരട്ടിയായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനത്തിലാണ് പറയുന്നത്. അതായത് സർക്കാരിന്റെ തന്നെ ഓർഗൻ നടത്തിയ പഠനത്തിൽ പറയുന്നു ഗാർഹിക ചിലവുകൾ ഇരട്ടി കണ്ടു വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു കുടുംബത്തിൽ ഓരോ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് 27-നാണ് UN-ന്റെ സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് UN സംഘടനയാണ് ഈ ILO എന്ന് പറയുന്നത്. അങ്ങേയറ്റം പരിതാപകരമാണ് അൺഎംപ്ലോയ്മെന്റിന്റെ സ്ഥിതി ഇന്ത്യയിൽ എന്ന് പറയുന്നു. നമ്മൾക്ക് ജോലിയുള്ളവരാണെന്നേ, നമ്മളത് അനുഭവിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള മനുഷ്യർ അത് അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാർലമെന്റിൽ നടന്ന ആ 4 ചെറുപ്പക്കാരുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 30 കർഷകർ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. നിങ്ങൾ ഈ 5ാം സമ്പദ് വ്യവസ്ഥയായി എന്നൊക്കെ പറയുമ്പോൾ അന്നേരം ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ രാജ്യത്തെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. അപ്പോൾ വൈകാരികമായി തന്നെ വീണ്ടും ഈ പറയുന്ന ആളുകളെ ഹിന്ദുത്വ ശക്തിയെ ഉണർത്തിവിടുകയും ഒന്നിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ വോട്ട് ബാങ്ക് സുരക്ഷിതമല്ല, തിരിച്ചടി ഉണ്ടാകുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ കാണിക്കുന്നത്. അത് നോക്കൂ, ഇന്ത്യയിൽ ദൂരദർശൻ എത്ര പേര് കണ്ടു കളയുന്നു എന്ന് ചോദിച്ചു കളയരുത്. കാരണം എന്താ അറിയോ? ഇന്ത്യയിലെ റേറ്റിംഗിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏതാണെന്നറിയോ? ദൂരദർശനാണ്. ദൂരദർശനാണ് റേറ്റിംഗിൽ നമ്പർ 1. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരദർശനാണ്. ആ ദൂരദർശനിലൂടെയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അത് കേരളമല്ല ലക്ഷ്യം, അത് തമിഴ്നാടല്ല ലക്ഷ്യം, അത് ആന്ധ്രാപ്രദേശോ കർണാടകയോ അല്ല ലക്ഷ്യം, അത് ഉത്തരേന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളുമാണ്. ഇന്ന് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളെയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ ചിട്ടയായി വീട്ടിലിരുത്തി ഇത് കാണിക്കും. അതിനുള്ള മെക്കാനിസം RSSനുണ്ടെന്നേ. ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാ മനുഷ്യരെയും ഈ സിനിമ കാണിക്കും. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കും. ആ ഫോബിയയിലൂടെ ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടാകും. ആ വികാരത്തെ വോട്ടാക്കി മാറ്റുക എന്ന അവസാന തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അവസാന തന്ത്രം എന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയാണ് എടുത്ത് പയറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം നോക്കൂ, മുസ്ലിങ്ങൾ അപകടകാരികളാണ്, അവർ നമ്മുടെ സാംസ്കാരിക ദേശീയതയ്ക്കെതിരാണ്, അവർ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, അവർ ഹിന്ദുക്കൾ ാണ്, അവർ അപകടകാരികളാണ്, അവർ തീവ്രവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നൊരു വോട്ട് ബാങ്കായി വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതെല്ലാം നടപ്പാക്കി ഇവിടെ നിന്ന് ഇവരെ ഉച്ചാടനം ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് NCERT പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങളും കഴിഞ്ഞ 1000 വർഷമായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തു എന്നുള്ളത് കൊണ്ടാണ് മുഗളന്മാരുടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ എടുത്ത് മാറ്റുന്നത്. ആ രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ പുതിയൊരു ഹിന്ദുത്വ വികാരം ഉണർത്താൻ അവരുടെ കയ്യിൽ വേറൊന്നുമില്ല. ജയിച്ചു വരാൻ ഒരു ആയുധവും കയ്യിലില്ല. അതുകൊണ്ട് അവസാനത്തെ കളിയാണ് ഈ കളിക്കുന്നത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ടെലികാസ്റ്റ് ആണ്. ശരി. Meet the editors.